ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയിട്ടാണ്. ആംബിയറിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ. ആദ്യമായി ഈ വണ്ടിയുടെ സസ്പെൻഷന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെലിസ്കോപ്പി സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ട് കിട്ടുന്ന സസ്പെൻഷൻ തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. ഇനി വണ്ടിയുടെ വീൽസിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അലോയ് വീൽസ് ആണ് നൽകിയിരിക്കുന്നത്. കാണാൻ നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ടയർ നോക്കിക്കഴിഞ്ഞാൽ റാൽക്കോ ബ്ലാസ്റ്റർ ST എന്നൊരു ചെറിയ ടയറാണ്. 3.00/10 ആണ് ടയറിന്റെ സൈസ്. ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയിലെ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഡ്രം ബ്രേക്ക് ആണ്. ഇതിന്റെ ഡയമീറ്റർ നോക്കുകയാണെങ്കിൽ 110 mm ആണ്. ഈ വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രേക്ക് നല്ല പക്ക ആണ്. ഈ വണ്ടിയുടെ സൈഡ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ റേയുടെ ലെറ്ററിങ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 145 mm ആണ് വരുന്നത്. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 1335 mm വീൽ ബേസും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കട്ടിയുള്ള ഒരു ഗാർഡ് കാണാം. വണ്ടിക്ക് നല്ലൊരു ലുക്കൊക്കെയാണ് ഈ ഗാർഡ് കൊടുക്കുന്നത്. പിന്നെ മുകൾ ഭാഗത്തുമൊക്കെ റയോ പ്ലസ് എന്നൊക്കെ എഴുതിയ സ്റ്റിക്കറൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലുക്കും കൊടുക്കുന്നുണ്ട് ആ സ്റ്റിക്കറിംഗ് ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് സസ്പെൻഷന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ട്വിൻ ടു ഹൈഡ്രോളിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ അതേ സൈസ് തന്നെയാണ് ബാക്കിലും. യാതൊരു മാറ്റവുമില്ല. ബാക്കിൽ അലോയ് ആണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ബാക്കിൽ ഫുൾ LED സെറ്റാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വണ്ടി നല്ല ക്യൂട്ടാണ്. ഫൂട്രസ്റ്റൊക്കെ സാധാ നോർമൽ ക്വാളിറ്റി തന്നെയാണ്. ഇനി അത്യാവശ്യം ലെഗ് റൂം ഒക്കെ ഉള്ള ഒരാളിരുന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ റൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫ്രണ്ടിൽ 2 പോക്കറ്റ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ നമുക്കിവിടെ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മൊബൈലൊക്കെ റീചാർജ് ചെയ്യാൻ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഇത്. പിന്നെ വണ്ടിയുടെ കീയിലും ആംബിയറിൻ്റെ ലോഗോയും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സിമ്പിൾ കീ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലും ഡ്രം ബ്രേക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുഷ്യനൊക്കെയാണ്. 2 പേർക്ക് ഈസിയായി ഇരുന്ന് പോകാൻ പറ്റിയ നല്ല സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാര്യത്തിലും ടോപ്പാണ് കേട്ടോ. ഇനി ഫ്രണ്ടിൽ ഇതാണ് ബ്രേക്ക്. ഇത് റിവേഴ്സ് ഗിയർ വരുന്ന ഭാഗമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ബ്രൈറ്റ് ലൈറ്റിൻ്റെതും പിന്നെ ഇത് ഡിം ലൈറ്റുമാണ്. പിന്നെ ഇത് ഇൻഡിക്കേറ്ററാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ ഹോണാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള സ്വിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ സെൽഫാണ്, ഓൺ ആക്കാനുള്ള സ്വിച്ചാണ്. പിന്നെ ആക്സിലേറ്ററൊക്കെ അത്യാവശ്യം സ്മൂത്താണ്. ഇനി വണ്ടി ചാർജ് ചെയ്യുന്ന ആ ഒരു പോർട്ടാണ് ദാ ഇവിടെയുള്ളത്. നമുക്ക് ഇവിടുന്ന് തന്നെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ്. ഇവിടെ സ്പീഡ്, ഇൻഡിക്കേഷൻ, ബാറ്ററി ഈ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി ഇതൊക്കെ നമുക്ക് ഈ ക്ലസ്റ്ററിൽ അറിയാൻ സാധിക്കും. ഇനി വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു ലുക്ക് ദാ ഇങ്ങനെയാണ്. നല്ല കിടുവായിട്ടുള്ള ലുക്കാണ് നമ്മുടെ വണ്ടിക്ക്. അത്യാവശ്യം സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഡിയോയുടെ ഒരു മോഡലൊക്കെ നമുക്ക് തോന്നും. ഇനി BLACയുടെ 1200 വാട്ട്സിൻ്റെ മോട്ടറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വണ്ടിയിൽ പിന്നെ മാക്സിമം 25 കിലോമീറ്റർ ആണ് പോകുന്നത്. അത് വിട്ടൊന്നും നമ്മുടെ നോൺ രജിസ്റ്റേർഡ് വണ്ടികൾ കയറില്ല. കാരണം ഇതിന് ലൈസൻസ്, ഹെൽമെറ്റ്, ഇൻഷുറൻസ് ഇതൊന്നും നിർബന്ധമല്ല. പിന്നെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഹെൽമെറ്റും ഇൻഷുറൻസും എടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നോൺ രജിസ്റ്റേർഡ് വണ്ടിക്ക് 25 കിലോമീറ്റർ സ്പീഡിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അതുകൊണ്ട് റൈഡ് എപ്പോഴും സേഫ് ആയിരിക്കും. പിന്നെ സീറ്റ് തുറക്കാൻ വേണ്ടിയിട്ട്
കീയുടെ ലെഫ്റ്റിലേക്കൊന്ന് തിരിച്ചാൽ മതി. അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജർ ഓട്ടോമാറ്റിക് കട്ടായിക്കോളും. കംപ്ലീറ്റ് ചാർജ് ആയിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇൻഡിക്കേഷനൊക്കെ ഉണ്ട്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ റെഡ് ലൈറ്റ് കത്തും. ഫുൾ ചാർജ് ആകുമ്പോൾ റെഡ് ലൈറ്റ് മാറി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗ്രീൻ ലൈറ്റ് ആയിക്കോളും. പിന്നെ ഇതിലൊരു ELCB വരുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ELCB DC ഡയറക്റ്റ് കറണ്ട് തന്നെയാണ്. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വോൾട്ടേജ് വേരിയേഷനോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് തന്നെ ഡ്രിപ്പ് ആയിക്കോളും. അപ്പോൾ വണ്ടിക്കോ ബാറ്ററിക്കോ ഒന്നും ഒരു ഡാമേജും സംഭവിക്കുന്നതല്ല. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യാൻ ഇട്ടേച്ച് പോയാൽ, അതായത് എവിടെയെങ്കിലും ചിലപ്പോൾ നമ്മൾ 1 വീക്കൊക്കെ എവിടെയെങ്കിലും പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഈ ELCB ഓഫാക്കി ഇടുക. അപ്പോൾ ബാറ്ററിയിൽ എത്ര ചാർജ് ഉണ്ടായിരുന്നോ അതേ ചാർജ് തന്നെ നിലനിൽക്കും. 48 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് ഇതിലുള്ളത്. പോർട്ടബിൾ ബാറ്ററിയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ വിലയെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ ലിഥിയം അയൺ ബാറ്ററിയാണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ 65,000 രൂപയാണ് ഇതിൻ്റെ വില. പക്ഷേ ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ വിലയിൽ ഒരുപാട് കുറവ് വരും. അതുപോലെ നമ്മൾ ഈ വണ്ടി എടുത്തത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തുള്ള കിങ്സ് ആംബിയർ എന്ന ഷോറൂമിൽ നിന്നാണ്. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കമ്പനി കൊടുക്കുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി കൂടി എടുത്ത് വെക്കാം. ഇലക്ട്രിക് വണ്ടികൾ വാങ്ങുമ്പോൾ ഏറ്റവും വലിയ പണി കിട്ടുന്നത് ബാറ്ററിയിലാണ്. ഇതിൻ്റെ ചിലവ് സാധാരണക്കാരന് താങ്ങുന്നതിനും അപ്പുറമാണ്. പക്ഷേ ഇവിടെ കുറച്ച് കൂടി പൈസ കൊടുത്ത് എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്താൽ 5 വർഷത്തേക്ക് യാതൊരു ടെൻഷനും വേണ്ട. അതുതന്നെയാണ് എന്നെ ആകർഷിച്ച പ്രധാന ഘടകം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.